ഉക്രൈനിൽ റഷ്യയുടെ കടുത്ത മിസൈൽ ഡ്രോൺ ആക്രമണം. ഊർജ്ജവാതക ശൃംഖലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഒഡസ, പോൾട്ടാവ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലെ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഏകദേശം 70 ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും 200 ഡ്രോണുകളും ഉപയോഗിച്ചതായി സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഊർജ്ജ വിതരണം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഖർക്കീവിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉക്രൈനുമായി പങ്കുവയ്ക്കുന്നത് യുഎസ് അവസാനിപ്പിച്ചിരുന്നു. ഇതിന് ഒരു ദിവസത്തിന് ശേഷമാണ് റഷ്യ ആക്രമണം നടത്തിയത്. ട്രംപ് ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യുഎസ് എയ്റോസ്പേസ് കമ്പനിയായ മാക്സർ ടെക്നോളജീസ് ഉക്രൈനിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം യുഎസ് പ്രതിനിധികളുമായുള്ള ചർച്ചകൾക്കായി സെലൻസ്കി നാളെ സൗദി അറേബ്യയിലേക്ക് പോകും. ട്രംപിന്റെ കീഴിൽ യുഎസ് നയങ്ങളിൽ കാര്യമായ മാറ്റം സംഭവിച്ച പശ്ചാത്തലത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പദ്ധതി സെലൻസ്കി ആവിഷ്കരിച്ചു. മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ, വ്യോമ ബോംബുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിക്കാനും കരിങ്കടലിലെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമുള്ള വ്യവസ്ഥകളാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. സമാധാനത്തിലേക്കുള്ള പാത പിന്തുടരാൻ ഉക്രൈൻ തയ്യാറാണ്. യുദ്ധത്തിന്റെ ആദ്യ നിമിഷം മുതൽ സമാധാനത്തിനായി പരിശ്രമിക്കുന്നത് ഉക്രൈനാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ശ്രമകരമായ ദൗത്യമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. യുഎസും റഷ്യയും ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഉക്രൈനെതിരായ വ്യോമാക്രമണം ശക്തമാക്കിയത്. കിഴക്കൻ ഭാഗത്തുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ മുന്നേറ്റം നിലച്ചതായാണ് വിലയിരുത്തൽ. യുഎസ് ആയുധ വിതരണം അവസാനിപ്പിച്ചെങ്കിലും നൂതന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഉക്രൈന്റെ പക്കലുണ്ട്. ഫ്രഞ്ച് വിതരണം ചെയ്ത മിറേജ് 2000 വിമാനങ്ങളാണ് F-60 യുദ്ധവിമാനങ്ങൾക്കൊപ്പം പ്രത്യാക്രമണത്തിനായി ഉക്രൈൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. ഉക്രൈനുമായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് യുഎസ് നിർത്തിയതിനു ശേഷമായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കീവിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റഷ്യൻ സൈന്യം ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനിൽ ഊർജ്ജവാതക അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തത്. മോസ്കോയിലേക്കുള്ള ട്രംപിന്റെ നയതന്ത്ര നീക്കത്തിന് ശേഷം തന്റെ രാജ്യത്തിനുള്ള പാശ്ചാത്യ പിന്തുണ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കരസേനയല്ല മറിച്ച് വായുവിലും കടലിലും ഒരു വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. ഈ യുദ്ധത്തിന്റെ ഏക ഉറവിടമായ റഷ്യയെ ഇത്തരം അക്രമങ്ങൾ നിർത്താൻ നിർബന്ധിക്കുക എന്നതാണ് യഥാർത്ഥ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പായി വേണ്ടതെന്നും ഒറ്റ രാത്രി കൊണ്ട് നടന്ന മിസൈൽ ആക്രമണത്തിൽ പ്രതികരിച്ച് സെലൻസ്കി ടെലഗ്രാമിൽ കുറിച്ചു. രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ 67 മിസൈലുകളും 194 ഡ്രോണുകളും പ്രയോഗിച്ചതായും 34 മിസൈലുകളും 100 ഡ്രോണുകളും വെടിവെച്ചിട്ടതായും ഉക്രൈൻ വ്യോമസേന അറിയിച്ചു. മാത്രമല്ല, വടക്ക് കിഴക്കൻ നഗരമായ ഖാർക്കിവ് മുതൽ പടിഞ്ഞാറൻ നഗരമായ ടെർനോപ്പിൽ വരെയുള്ള പ്രദേശങ്ങളിലെ ഊർജ്ജത്തിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഖാർക്കിവിൽ 8 പേർക്ക് പരിക്കേറ്റു. പോൾട്ടാവയിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഷ്യ ഇപ്പോഴും അതിന്റെ ഊർജ്ജ ഭീകരത തുടരുകയാണ് എന്ന് ഊർജ്ജമന്ത്രി ജർമ്മൻ ഗാലുഷെങ്കോ പറഞ്ഞു. കൂടാതെ യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലെ ഊർജ്ജവാതക അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും വൻതോതിലുള്ള മിസൈൽ ഡ്രോണുകളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. റഷ്യ എല്ലായ്പ്പോഴും, പ്രത്യേകിച്ചും എല്ലാ രാത്രികളിലും ഡ്രോണുകൾ ഉപയോഗിച്ച് മുൻനിരകളിൽ നിന്ന് വളരെ അകലെയുള്ള ഉക്രൈനിൽ നഗരങ്ങളെയും പട്ടണങ്ങളെയും ലക്ഷ്യമിടുന്നത് പതിവായിരുന്നു. എന്നിരുന്നാലും ഈ ആഴ്ച യുഎസ് സൈനിക സഹായം, രഹസ്യാന്വേഷണങ്ങളെല്ലാം നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് നടക്കുന്ന ആദ്യത്തെ വലിയ തോതിലുള്ള ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു വെള്ളിയാഴ്ചത്തേത്. പ്രശ്നങ്ങളെല്ലാം വേഗം തീർക്കുവാനും കീവ് എത്രയും വേഗം ചർച്ചകൾക്കായി വരാനും ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുവാനും തയ്യാറാണെന്ന് ചൊവ്വാഴ്ച സെലൻസ്കി പറഞ്ഞിരുന്നു.